ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വാഴപ്പിണ്ടി തോരൻ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. ചീനച്ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് ചെറുള്ളി അരിഞ്ഞത് ചേർത്ത് അതിൽ കുറച്ച് ജീരകം, പച്ചമുളക്, കറിവേപ്പില, കറുത്ത മുഴുവൻ ഉഴുന്നാണ് ഞാൻ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഏത് ഉഴുന്നാണോ ഉള്ളത് അത് നമുക്ക് ഇടാവുന്നതാണ്. അതിട്ടൊന്ന് വശക്കിയതിന് ശേഷം നമുക്ക് വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, കറകളഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി എടുത്ത് ഇതിലോട്ടിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുക. അടച്ചു വെച്ചൊന്ന് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് വെന്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ചെറിയ തേങ്ങ നമുക്ക് മിക്സിയിൽ അരയ്ക്കാണ്ട് തന്നെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇളക്കി ചെറുതീയിൽ ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത്. ഞാൻ മുന്നേ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി ഇതിന്. ഈ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പിള്ളേർ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചു ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ. നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത്. ഇത് ഞാൻ രസകദളി വാഴയുടെ പിണ്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പാളയം കുടലിലും ഉണ്ടാക്കാം.